നമസ്കാരം, ഏവർക്കും PSC ചലഞ്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മന്ത്ലി കറണ്ട് അഫയേഴ്സ് 2023 ജൂൺ മാസത്തിലെ 4ാമത്തെ ക്ലാസ് ആണ്. ഈ ക്ലാസ് നമ്മൾ കേരള റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. 2024 നടക്കുന്ന ഡിഗ്രി ലെവൽ പരീക്ഷകൾ, LPUP അസിസ്റ്റന്റ് പരീക്ഷ, LDC, LGS, CPU എക്സാംസ്, മറ്റ് പ്രധാനപ്പെട്ട PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു പുതിയ കോഴ്സ് നമ്മൾ ജനുവരി 25 മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ പരീക്ഷകളെല്ലാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കറണ്ട് അഫയേഴ്സ്. ഇപ്പോൾ പലർക്കും കറണ്ട് അഫയേഴ്സ് എങ്ങനെ പഠിക്കണം, എവിടെ നിന്ന് പഠിക്കണം, പഠിച്ച കാര്യം ഓർമ്മയിൽ നിൽക്കുന്ന ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമുക്കറിയാം, കറണ്ട് അഫയേഴ്സിൽ മികച്ച മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചാൽ മറ്റെല്ലാ ടോപ്പിക്കുകളും നമുക്ക് വളരെ ഈസി ആയിട്ട് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ ടോപ്പിലെത്താൻ സാധിക്കും. അതിന് നിങ്ങളെ പ്രാപ്തരാക്കുന്ന രീതിയിലാണ് നമ്മൾ കറണ്ട് അഫയേഴ്സ് കോഴ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത്. നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഈ ഒരു സീരീസിലെ 14ാമത്തെ ബാച്ച് ജനുവരി 25 ആരംഭിക്കുകയാണ്. അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും മറ്റ് കോഴ്സുകൾ പഠിക്കുന്നവർക്കെല്ലാം ഇതിൽ ചേർന്ന് പഠിക്കാം. ഒരു ദിവസം ഒരു 20 മിനിറ്റ് മാറ്റിവെച്ചാൽ കറണ്ട് അഫയേഴ്സിൽ 20 മാർക്കുള്ള പരീക്ഷയാണെങ്കിൽ തീർച്ചയായിട്ടും ആ 20 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകൾ, ആ വീഡിയോ ക്ലാസ്സുകളുടെ ടൈപ്പ് ചെയ്ത PDF നോട്ട്സ്, അതുപോലെ വീക്ക്ലി റിവിഷൻ എക്സാം, ഇങ്ങനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രൈവറ്റ് ടെലഗ്രാം ചാനൽ വഴിയാണ് ക്ലാസ്. അതിൽ നമ്മൾ പ്രധാനമായിട്ടും നമുക്ക് ആവശ്യമായ കറണ്ട് അഫയേഴ്സ് 2018 മുതൽ 24 വരെയുള്ള എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള മുഴുവൻ പോയിന്റുകളും ഉൾപ്പെടുത്തിയുള്ള ക്ലാസ്സുകളാണ് ലഭിക്കുക. പത്രം വായിക്കുക എന്നൊരു ശീലം, ഈ ക്ലാസ് കൃത്യമായി ഫോളോ ചെയ്ത് പഠിക്കുക. ഈ 2 കാര്യങ്ങളുണ്ടെങ്കിൽ കറണ്ട് അഫയേഴ്സിൽ മികച്ച മാർക്ക് സ്കോർ ചെയ്ത് റാങ്ക് ലിസ്റ്റിൽ ടോപ്പിലെത്താൻ ഈ കോഴ്സിലൂടെ നിങ്ങൾക്ക് സാധിക്കും. ഇപ്പോൾ ഈ ഒരു കോഴ്സിൽ ചേർന്ന് പഠിച്ച് കുറച്ച് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ കറണ്ട് അഫയേഴ്സിൽ നല്ല കോൺഫിഡൻസോട് കൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും ബാക്കിയുള്ള ടോപ്പിക്കുകളൊക്കെ ഈസി ആയിട്ട് പഠിക്കാനും സാധിക്കും. അപ്പോൾ അഡ്മിഷൻ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ ഒരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു. പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികളുടെ സമഗ്ര കായിക പരിപോഷണത്തിനും കായിക സാക്ഷരത ഉറപ്പുവരുത്തലുമായി SCERT ആരംഭിച്ച പദ്ധതി ഹെൽത്തി കിഡ്സ് എന്നാണ് പദ്ധതിയുടെ പേര്. ഹെൽത്തി കിഡ് സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു. പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികളുടെ സമഗ്ര കായിക പരിപോഷണത്തിനും കായിക സാക്ഷരത ഉറപ്പുവരുത്തലുമായി SCERT ആരംഭിച്ച പദ്ധതിയാണ് ഹെൽത്തി കിഡ്. പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികളുടെ സമഗ്ര കായിക പരിപോഷണത്തിനും കായിക സാക്ഷരത ഉറപ്പുവരുത്തലുമായി SCERT ആരംഭിച്ച പദ്ധതിയാണെന്ത് ഹെൽത്തി കിഡ്. ബിരുദധാരികൾക്ക് സ്റ്റൈപ്പൻഡോടെ IT പാർക്കുകളിൽ ഇന്റേൺഷിപ്പിന് അവസരമൊരുക്കുന്ന കേരള സർക്കാർ പദ്ധതി ഇഗ്നൈറ്റ് എന്നാണ് അതിൻ്റെ പേര്. ബിരുദധാരികൾക്ക് സ്റ്റൈപ്പൻഡോടെ IT പാർക്കുകളിൽ ഇന്റേൺഷിപ്പിന് അവസരമൊരുക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയാണെന്ത് ഇഗ്നൈറ്റ്. അടുത്തിടെ വി മധുസൂദനൻ നായരുടെ തിരഞ്ഞെടുത്ത കവിതകൾ സെലക്റ്റഡ് പോയിന്റ്സ് ഓഫ് വി മധുസൂദനൻ നായർ എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് PKN പണിക്കറാണ്. PKN പണിക്കർ. അടുത്തിടെ വി മധുസൂദനൻ നായരുടെ തിരഞ്ഞെടുത്ത കവിതകൾ സെലക്റ്റഡ് പോയിന്റ്സ് ഓഫ് വി മധുസൂദനൻ നായർ എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയവരാണ് PKN പണിക്കർ. അപ്പോൾ ബിരുദധാരികൾക്ക് സ്റ്റൈപ്പൻഡോടെ IT പാർക്കുകളിൽ ഇന്റേൺഷിപ്പിന് അവസരമൊരുക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണെന്ത് ഇഗ്നൈറ്റ്. അടുത്തിടെ വി മധുസൂദനൻ നായരുടെ തിരഞ്ഞെടുത്ത കവിതകൾ സെലക്റ്റഡ് പോയിന്റ്സ് ഓഫ് വി മധുസൂദനൻ നായർ എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയവരാണ് PKN പണിക്കർ. കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ആദ്യ വിദേശ സ്റ്റാർട്ടപ്പ് ഇൻഫിനിറ്റി കേന്ദ്രം ആരംഭിച്ച എവിടെയാണ്? ദുബായ്, UAE. ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ആദ്യ വിദേശ സ്റ്റാർട്ടപ്പ് ഇൻഫിനിറ്റി കേന്ദ്രം ആരംഭിച്ച എവിടെയാണ്? ദുബായിലാണ്. കടമിനിട്ട കവിതകളുടെ കനലാട്ടം എന്ന ജീവചരിത്ര ഗ്രന്ഥത്തിന്റെ രചയിതാവ് ഡോക്ടർ KS രവികുമാർ. ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പുസ്തകമാണ് കടമിനിട്ട കവിതകളുടെ കനലാട്ടം എന്ന ജീവചരിത്ര ഗ്രന്ഥം. എഴുതിയവരാണ് ഡോക്ടർ KS രവികുമാർ. അപ്പോൾ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ആദ്യ വിദേശ സ്റ്റാർട്ടപ്പ് ഇൻഫിനിറ്റി കേന്ദ്രം എവിടെ ആരംഭിച്ചു? ദുബായിലാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത്. കടമിനിട്ട കവിതകളുടെ കനലാട്ടം എന്ന ജീവചരിത്ര ഗ്രന്ഥത്തിന്റെ രചയിതാവരാണ് ഡോക്ടർ KS രവികുമാർ. കുട്ടികളുടെ ഹാജർ നില, പഠന പുരോഗതി തുടങ്ങിയ ഓൺലൈനായി അറിയാനും രക്ഷിതാക്കളും സ്കൂളും തമ്മിലുള്ള ആശയവിനിമയം സുഗമമാക്കുന്നതിനുമായി കൈറ്റ് തയ്യാറാക്കിയ ആപ്ലിക്കേഷന്റെ പേരാണ് സമ്പൂർണ്ണ പ്ലസ്. അത് പലയിടത്തും ഇംപ്ലിമെന്റ് ചെയ്തു വരുന്നുണ്ട്. വളരെ സക്സസ് ആയ ഒരു പ്രോഗ്രാമാണ് സമ്പൂർണ്ണ പ്ലസ്. കുട്ടികളുടെ ഹാജർ നില, പഠന പുരോഗതി തുടങ്ങിയവ ഓൺലൈനായി അറിയുവാനും രക്ഷിതാക്കളും സ്കൂളും തമ്മിലുള്ള ആശയവിനിമയം സുഗമമാക്കുന്നതിനായി കൈറ്റ് തയ്യാറാക്കിയ ആപ്ലിക്കേഷന്റെ പേരാണ് സമ്പൂർണ്ണ പ്ലസ്. 2023 ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരം നേടിയ മലയാളി നേഴ്സ് ഗീത AR. 2023 ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരം നേടിയ മലയാളി നേഴ്സാണ് ഗീത AR. അപ്പോൾ കുട്ടികളുടെ ഹാജർ നില, പഠന പുരോഗതി തുടങ്ങിയ ഓൺലൈനായി അറിയാനും രക്ഷിതാക്കളും സ്കൂളും തമ്മിലുള്ള ആശയവിനിമയം സുഗമമാക്കുന്നതിനുമായി കൈറ്റ് തയ്യാറാക്കിയ ആപ്ലിക്കേഷനാണ് സമ്പൂർണ്ണ പ്ലസ്. 2023 ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരം നേടിയ മലയാളി നേഴ്സാണ് ഗീത AR.
2023 ജൂണിൽ അന്തരിച്ച പ്രശസ്ത മലയാള സിനിമാ താരം പൂജപ്പുര രവിയുടെ യഥാർത്ഥ പേര് എം രവീന്ദ്രൻ നായർ എന്നാണ്. അവസാനമായി അഭിനയിച്ച സിനിമ ഗപ്പിയായിരുന്നു. 2023 ജൂണിൽ അന്തരിച്ച പ്രശസ്ത മലയാള സിനിമാ താരം പൂജപ്പുര രവിയുടെ യഥാർത്ഥ പേര് എം രവീന്ദ്രൻ നായർ. അവസാനമായി അഭിനയിച്ച സിനിമ ഏതാണ്? ഗപ്പി. 2023 ഏഷ്യൻ മൗണ്ടൻ ബൈക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് പൊന്മുടി തിരുവനന്തപുരമാണ്. ഏഷ്യൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിന് ആദ്യമായിട്ടാണ് ഇന്ത്യ വേദിയായത്. അപ്പോൾ 2023 ഏഷ്യൻ മൗണ്ടൻ ബൈക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിന് വേദിയായത് എവിടെയാണ്? പൊന്മുടി തിരുവനന്തപുരം. 2023 സംസ്ഥാന വനമഹോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടന്നത് തേക്കടിയിലാണ്. പ്രമേയം പങ്കാളിത്ത വനപരിപാലനത്തിന് 25 വർഷം എന്നുള്ളതായിരുന്നു. 2023 സംസ്ഥാന വനമഹോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടന്ന എവിടെയാണ്? തേക്കടി. പ്രമേയം പങ്കാളിത്ത വനപരിപാലനത്തിന്റെ 25 വർഷം എന്നുള്ളതായിരുന്നു. 2023 സംസ്ഥാന വനമഹോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടന്ന എവിടെയാണ്? തേക്കടി. പ്രമേയം പങ്കാളിത്ത വനപരിപാലനത്തിന്റെ 25 വർഷം. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ഇന്ത്യയിൽ നിന്നുള്ള ഫുട്ബോൾ ക്ലബ്ബ് എന്ന നേട്ടത്തിനടുത്തിടെ അർഹമായത് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ്. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ഇന്ത്യയിൽ നിന്നുള്ള ഫുട്ബോൾ ക്ലബ്ബ് എന്ന നേട്ടത്തിനടുത്തിടെ അർഹമായത് കേരള ബ്ലാസ്റ്റേഴ്സ്. സംസ്ഥാന പ്രീ പ്രൈമറി വിദ്യാർത്ഥികളുടെ ഭാഷാശേഷി പരിപോഷിപ്പിക്കുന്നതിനായി സമഗ്ര ശിക്ഷ കേരളം ആരംഭിച്ച പദ്ധതിയാണ് കഥോത്സവം. സംസ്ഥാന പ്രീ പ്രൈമറി വിദ്യാർത്ഥികളുടെ ഭാഷാശേഷി പരിപോഷിപ്പിക്കുന്നതിനായി സമഗ്ര ശിക്ഷ കേരളം ആരംഭിച്ച പദ്ധതിയാണ് കഥോത്സവം. അപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ഇന്ത്യയിൽ നിന്നുള്ള ഫുട്ബോൾ ക്ലബ്ബ് നേട്ടത്തിനടുത്തിടെ അർഹമായത് കേരള ബ്ലാസ്റ്റേഴ്സ്. സംസ്ഥാന പ്രീ പ്രൈമറി വിദ്യാർത്ഥിയുടെ ഭാഷാശേഷി പരിപോഷിപ്പിക്കുന്നതിനായി സമഗ്ര ശിക്ഷ കേരളം ആരംഭിച്ച പദ്ധതി കഥോത്സവം. കേരളത്തിന്റെ 48ാം ചീഫ് സെക്രട്ടറിയായിട്ട് നിയമിതനായത് വി വേണു ആണ്. പദവിയാണ് എപ്പോഴും മാറാം, അതുകൊണ്ട് നമ്മൾ ഈ 48 നമ്പറിന് പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. ഇന്ത്യൻ വിനോദസഞ്ചാരത്തിന്റെ ടാഗ് ലൈനായി അറിയപ്പെടുന്ന ഇൻക്രെഡിബിൾ ഇന്ത്യയുടെ സൃഷ്ടാവ് കൂടിയാണ് വി വേണു. അപ്പോൾ കേരളത്തിന്റെ 48ാമത്തെ ചീഫ് സെക്രട്ടറി ആരാണ്? വി വേണു. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും വേണ്ടിയുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്പ്, മെഡിക്കൽ ഇൻഷുറൻസ് ഫോർ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ്, 2022 ജൂലൈ 1 നിലവിൽ വരുന്നത്. അപ്പോൾ ഏത് വർഷമാണ് മെഡിസെപ്പ് നിലവിൽ വന്ന? 2022 ജൂലൈ 1. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും വേണ്ടിയുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണെന്ത്? മെഡിസെപ്പ്. പദ്ധതിയുമായി സഹകരിക്കുന്ന ഇൻഷുറൻസ് കമ്പനി ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയാണ്. നിലവിലെ വാർഷിക കവറേജ് 3 ലക്ഷം രൂപയാണ്. മലയാളത്തിൽ നിന്നും 2023 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം നേടിയത് പ്രിയ AS. മലയാളത്തിൽ നിന്നും 2023 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം ആർക്ക് ലഭിച്ചു? പ്രിയ AS. പെരുമഴയത്തെ ഇതളുകൾ എന്ന കൃതിക്കാണ് പുരസ്കാരം. ഇംഗ്ലീഷിൽ നിന്നുള്ള ബാലസാഹിത്യ പുരസ്കാരം നേടിയ സുധാമൂർത്തിയാണ്. ഗ്രാൻഡ് പേരൻസ് ബാഗ് ഓഫ് സ്റ്റോറീസ് എന്ന കൃതിക്കാണ്. ഇംഗ്ലീഷിൽ നിന്നുള്ള ബാലസാഹിത്യ പുരസ്കാരം ആർക്ക് ലഭിച്ചു? സുധാമൂർത്തിക്ക് ലഭിച്ചു. കൃതി ഗ്രാൻഡ് പേരൻസ് ബാഗ്സ് ഓഫ് സ്റ്റോറീസ് എന്ന കൃതിക്കാണ്. 2023 ദേശീയ വനിതാ വാട്ടർ പോളോ ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് കേരളമാണ്. വേദി ബംഗളൂരുവായിരുന്നു. ഫൈനലിൽ ഇന്ത്യൻ പോലീസിനെയാണ് തോൽപ്പിച്ചത്. 2023 ദേശീയ വനിതാ വാട്ടർ പോളോ ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് കേരളം. വേദി ബംഗളൂരു. ഫൈനലിൽ ഇന്ത്യൻ പോലീസിനെയാണ് തോൽപ്പിച്ചത്. 2023 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സീപ്പ് ഐക്കൺ ഓഫ് കേരളയായി നിയമിതനായത് ഗോപിനാഥ് മുതുകാടാണ്. 2023 തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സീപ്പ് ഐക്കൺ ഓഫ് കേരളയായി നിയമിതനായത് ഗോപിനാഥ് മുതുകാട്. തെരഞ്ഞെടുപ്പ് പങ്കാളിത്തത്തിനായി ജനങ്ങളിൽ അവബോധവും പ്രചോദനവും സൃഷ്ടിക്കാൻ നടത്തിയ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് നിയമനം. 2023 തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സീപ്പ് ഐക്കൺ ഓഫ് കേരളയായി നിയമിതനായതാരാണ്? ഗോപിനാഥ് മുതുകാട്. അന്തരിച്ച കവയിത്രി സുഗതകുമാരിയുടെ പേരിൽ സുഗതകുമാരി സ്മൃതിവനം ഒരുക്കിയ സർവകലാശാല കേരള സർവകലാശാലയാണ്. അന്തരിച്ച കവയിത്രി സുഗതകുമാരി ടീച്ചറിന്റെ പേരിൽ സുഗതകുമാരി സ്മൃതിവനം ഒരുക്കിയ കേരളത്തിലെ സർവകലാശാല ഏതാണ്? കേരള സർവകലാശാല. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേരളവുമായി റിലേറ്റ് ചെയ്ത കുറച്ച് പോയിന്റ്സ് ആണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ അതുപോലെ നമ്മൾ പഠിച്ച പോയിന്റ്സ് ക്വിക്കായിട്ട് റിവൈസ് ചെയ്യണം. എല്ലാവരും ആൻസർ കളക്ട് ചെയ്യുക. പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികളുടെ സമഗ്ര കായിക പരിപോഷണത്തിനും കായിക സാക്ഷരത ഉറപ്പുവരുത്തുന്നതിനായി SRT ആരംഭിച്ച പദ്ധതിയാണെന്ത്? ഹെൽത്തി കിഡ്. സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു. ബിരുദധാരികൾക്ക് സ്റ്റൈപ്പൻഡോടെ IT പാർക്കുകളിൽ ഇന്റേൺഷിപ്പിന് അവസരമൊരുക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണെന്ത്? ഇഗ്നൈറ്റ്. വി മധുസൂദനൻ നായരുടെ തെരഞ്ഞെടുത്ത കവിതകൾ സെലക്ടഡ് പോയിന്റ്സ് ഓഫ് വി മധുസൂദനൻ നായർ എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ ആരാണ്? PKN പണിക്കർ. കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ആദ്യ വിദേശ സ്റ്റാർട്ടപ്പ് ഇൻഫിനിറ്റി കേന്ദ്രം എവിടെ ആരംഭിച്ചു? ദുബായ്. കടമിനിട്ട കവിതകളുടെ കനലാട്ടം എന്ന ജീവചരിത്ര ഗ്രന്ഥത്തിന്റെ രചയിതാവാരാണ്? ഡോക്ടർ KS രവികുമാർ. കുട്ടികളുടെ ഹാജർ നില, പഠന പുരോഗതി തുടങ്ങിയ ഓൺലൈനായി അറിയാനും രക്ഷിതാക്കളും സ്കൂളും തമ്മിലുള്ള ആശയവിനിമയം സുഗമമാക്കാനുമായി കയറ്റി തയ്യാറാക്കിയ ആപ്ലിക്കേഷൻ സമ്പൂർണ്ണ പ്ലസ്. 2023 ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരം നേടിയ മലയാളി നേഴ്സാരാണ്? ഗീത AR. 2023 ജൂണിൽ അന്തരിച്ച പ്രശസ്ത മലയാള സിനിമാ താരം പൂജപ്പുര രവിയുടെ യഥാർത്ഥ പേരെന്താണ്? M രവീന്ദ്രൻ നായർ. 2023 ഏഷ്യൻ മൗണ്ടൻ ബൈക്ക്
സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് പൊന്മുടി തിരുവനന്തപുരം. ഏഷ്യൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ ആദ്യമായിട്ടാണ് ഇന്ത്യ വേദിയാകുന്നത്. 2023 സംസ്ഥാന വന മഹോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടന്ന ഇവിടെയാണ് തേക്കടി. പ്രമേയം പങ്കാളിത്ത വരുമാനത്തിന് 25 വർഷം. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ഇന്ത്യയിൽ നിന്നുള്ള ഫുട്ബോൾ ക്ലബ്ബ് എന്ന നേട്ടത്തിനടുത്തിടെ അർഹമായത് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ്. സംസ്ഥാന പ്രീ പ്രൈമറി വിദ്യാർത്ഥികളുടെ ഭാഷാശേഷി പരിപോഷിപ്പിക്കുന്നതിനായി സമഗ്ര ശിക്ഷ കേരളം ആരംഭിച്ച പദ്ധതിയാണെന്ത് കഥോത്സവം. കേരളത്തിന്റെ 48ാമത്തെ ചീഫ് സെക്രട്ടറി ആരാണ് വി വേണു. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും വേണ്ടിയുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണെന്ത് മെഡിസെപ്പ് എന്ന് നിലവിൽ വന്നു 2022 ജൂലൈ 1. മലയാളത്തിൽ നിന്നും 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം നേടിയതാരാണ് പ്രിയ AS. ഇംഗ്ലീഷ് എന്നുള്ള ബാലസാഹിത്യ പുരസ്കാരം നേടിയത് സുധാമൂർത്തി. കൃതി ഗ്രാൻഡ് പേരൻസ് ബാഗ് ഓഫ് സ്റ്റോറീസ്. 2023 ദേശീയ വനിതാ വാട്ടർ പോളോ ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് കേരളമാണ്. വേദി എവിടെയായിരുന്നു ബംഗളൂരു. ഫൈനലിൽ ഇന്ത്യൻ പോലീസിനെയാണ് തോൽപ്പിച്ചത്. 2023 തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സീപ്പ് ഐക്കൺ ഓഫ് കേരളയെ നിയമിതനായത് ഗോപിനാഥ് മുതുകാട്. അന്തരിച്ച കവയിത്രി സുഗതകുമാരിയുടെ പേരിൽ സുഗതകുമാരി സ്മൃതിവനം ഒരുക്കിയ സർവകലാശാല ഏതാണ്? കേരള സർവകലാശാല. അപ്പോൾ ഇത്രയും പോയിന്റ്സ് കൃത്യമായി എല്ലാവരും പഠിച്ചു കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സിൽ റിവൈസ് ചെയ്ത് പഠിക്കുക. ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക്